ഇപ്പൊ വി ഡി സതീശൻ തന്നെ പറയും ഞങ്ങൾ ഇടതുപക്ഷമാണെന്നാണ്. എന്താ ഇടതുപക്ഷം, എന്താ വലത്, എന്തും പറയാൻ ഒരു മടിയില്ലാത്ത കുറെ ആളുകളുണ്ട് കോൺഗ്രസിൽ. അതിൽ ഒരാളാണ് ഈ വി ഡി സതീശൻ. വി ഡി സതീശന്റെ ഉദ്ഘാടനം, ജാഥ ഉദ്ഘാടനം ഇന്നാണ്. ആ ജാഥയുടെ ഭാഗമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി മതവർഗീയ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയല്ല. ഇതിനിടെ അവരുടെ ജനറൽ സെക്രട്ടറി കാരക്കുന്ന് പറഞ്ഞത് ഞങ്ങൾ ഇസ്ലാമിക ലോകത്തിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണെന്നാണ്. എന്നിട്ട് വി ഡി സതീശൻ പറയുകയാണ് അത് മതനിരപേക്ഷകളോടൊക്കെയുള്ള പാർട്ടിയാണെന്ന്. 4 വോട്ട് കിട്ടാൻ എന്തും ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് മുമ്പോട്ടേക്ക് വന്നില്ലെങ്കിൽ അടുത്ത ടേമിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ എന്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് ആലോചിക്കുന്ന ലീഗിന് ഒരു ദാർശനികമായ നിലപാടുമില്ല. അതിന്റെ ആശയതലം കൈകാര്യം ചെയ്യുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞാൽ മുസ്ലിമിനെതിരാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് അവർ വർഗീയമായ നിലപാടിന്റെ ഭാഗമായിട്ടാണ്. മതം 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 തന്നെയാണ് എല്ലാം എന്ന് പറഞ്ഞ ഷാജി ഉണ്ടല്ലോ, വർഗീയവാദികളാണ്. ആ വർഗീയവാദത്തെ ഞങ്ങൾ ശക്തിയായിട്ട് അന്നും എതിർത്തിട്ടുണ്ട്. വർഗീയവാദികളുമായി കൂട്ടുചേർന്നുകൊണ്ടിരിക്കുന്ന ഈ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിനെയും ലീഗിനെയും ഞങ്ങൾ എല്ലാ സന്ദർഭത്തിലും എതിർത്തിട്ടുണ്ട്. മാറി മാറി ബി ജെ പിയുമായിട്ട് ചേരുന്നതിൽ ഒരു വിഷമവുമില്ല. ബി ജെ പിക്ക് വോട്ട് പിടിച്ച ലീഗുകാരുണ്ട് ഈ കേരളത്തിൽ. ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് SIR എന്ന് പറയുന്നത് പിണറായി വിജയനാണല്ലോ കൊണ്ടുവന്നത് എന്ന് വീട് കയറി പ്രചരിപ്പിച്ച ആളുകളുണ്ട് ഈ കേരളത്തിൽ, ഈ കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ. എന്തും പറയാൻ യാതൊരു മടിയില്ലാതെ ഉളുപ്പില്ലാതെ ഒരു സൈസ്. അധികാരം നഷ്ടപ്പെട്ട് പുറത്തിരിക്കുമ്പോൾ സഹിക്കുന്നില്ല. എങ്ങനെയും അധികാരത്തിലേക്ക് വരണമെന്നുള്ള വാശി അവരിലുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ജനങ്ങളെ സംരക്ഷിക്കാനല്ല, ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനല്ല. ഇവർക്ക് 2 തരത്തിലുള്ളതാണ് ഞങ്ങൾ കാണുന്ന വികസനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യം. ഒന്ന്, ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളിമാരായിട്ട് ടാറ്റ, ബിർള, അതിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ കോൺഗ്രസിന്റെ കാലത്ത്. ഇപ്പോഴും അദാനി, അംബാനി ഇവരെ ലോക മുതലാളിമാരാക്കാനാണ് ഇവരുടെ ശ്രമം. കോർപ്പറേറ്റുകളെ ലോക മുതലാളിമാരാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. ഭൂപ്രഭുക്കന്മാരെ അതിന്റെ ഒപ്പം ചേർക്കുക എന്നുള്ളതാണ്. സാമ്രാജ്യത്വ സാമ്പത്തിക ഫിനാൻസ് മൂലധനത്തെ അതിന്റെ ഭാഗമായി കൊള്ള ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാണ്. ഇതാണ് വലതുപക്ഷം, വി ഡി സതീശന്റെ വലതുപക്ഷം. ഞങ്ങൾ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഈ കേരളത്തിൽ ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യനെ ചേർത്ത് നിർത്തി അംബേദ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ അന്ത്യർ, നമ്മുടെ നാടിന്റെ അന്ത്യങ്ങളിലേക്ക് അടിച്ചു കയറ്റിയിട്ടുള്ള പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതം, ആ മനുഷ്യർക്ക് ജീവിതം നൽകുന്നതാണ് ഇടതുപക്ഷം. അതാണ് യഥാർത്ഥത്തിൽ കേരളീയ സമൂഹത്തിന്റെ വികസനം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അർത്ഥമാക്കുന്നത്. ഇവിടെ നിന്ന് ആരംഭിക്കണം. നേരത്തെ പറഞ്ഞില്ലേ, ഭൂതകാലം, അതിലെ ഒരു ഘട്ടത്തിന് ശേഷമുള്ള പുതിയ കേരളം. ആ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഒരു ആശയതലമുണ്ട്. അത് വർഗീയതക്കെതിരാണ്, അത് മതനിരപേക്ഷതയാണ്. അത് ഈ കേരളത്തിലെ മുഴുവൻ മനുഷ്യനെയും സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയ പ്രപഞ്ചമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗ്യാരണ്ടിയിലാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോൾ ഒരു വർഗീയ കലാപവും ഒരു വർഗീയ സംഘർഷവും ഈ കേരളത്തിൽ ഇല്ലാതായത്. ഈ മനുഷ്യന്റെ കരുതലുള്ള ഈ വ്യക്തമായ കാഴ്ചപ്പാടിന്റെ ഭാഗം കൂടിയാണ്. ഗവൺമെന്റ് ഉള്ളത് കൊണ്ട് മാത്രമല്ല, ഈ ജനതയുടെ കൃത്യമായിട്ടുള്ള ഒരു അവബോധം കൂടിയുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതാണ് ഞങ്ങൾ പറഞ്ഞു വന്നത്. എന്നാൽ ഈ തെളിനീരൊഴുകുന്ന 144 നദികളുള്ള ഈ കേരളത്തെ സത്യം പറഞ്ഞാൽ വിഷം വിറക്കി തകർക്കാനാണ് RSSും സംഘപരിവാർ വിഭാഗവും ജമാഅത്തെ ഇസ്ലാമിയും കാസിയും എല്ലാം ശ്രമിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ വർഗീയവാദികൾ ശ്രമിക്കുന്നത്. ഈ വർഗീയവാദത്തെ പ്രതിരോധിച്ചില്ലെങ്കിൽ കേരളമില്ല. ഈ ലോകത്തിന്റെ മുമ്പിൽ ഐതിഹാസികമായ പോരാട്ടങ്ങളിലൂടെ രൂപപ്പെടുത്തിയ, ലോകത്തടയാളപ്പെടുത്തിയ ഈ കേരളം ഉണ്ടാവില്ല. ഈ കേരളത്തെ തകർക്കാനാണ് ജാതി, മതം എല്ലാം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ചേരിതിരിക്കുക, ജനങ്ങളെ ധ്രുവീകരിക്കുകയാണ്. ഇതിനെതിരായാണ് ഞങ്ങൾ ഈ ജാഥ. ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഈ കേരളത്തെ നിലനിർത്തണം. വിഷം ചീറ്റി നടക്കുന്ന ഈ വർഗീയതയെ പ്രതിരോധിക്കണം. അത് ആരാണ് പ്രതിരോധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല.
വർഗീയതയെ പ്രതിരോധിക്കേണ്ടുന്ന കരുത്ത് വിശ്വാസി സമൂഹം ഉൾപ്പെടെയുള്ള കേരളീയ സമൂഹത്തിനാണ്. വിശ്വാസികളാരും വർഗീയവാദികളല്ല. എന്നാൽ വർഗീയവാദികൾക്ക്, ഈ ജമായത്ത് ഇസ്ലാമി ഉൾപ്പെടെ പറയുന്ന വർഗീയവാദികൾക്ക് രാജ്യം ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന്, രാജ്യം ഹൈന്ദവ രാജ്യമാവണം അല്ലെങ്കിൽ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കണമെന്ന് പറയുന്നവർക്ക് വിശ്വാസമില്ല. അവർ വിശ്വാസത്തെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നവരാണ്. വിശ്വാസത്തെയും മതത്തെയും ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ച് രാഷ്ട്രീയാധികാരത്തിലേക്ക് പ്രവേശിക്കുന്ന വർഗീയവാദികൾ, ഈ വർഗീയവാദികൾക്കെതിരായിട്ട് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകേണ്ടുന്ന വിഭാഗം, അതിലേറ്റവും പ്രബലമായ വിഭാഗം വിശ്വാസി സമൂഹം തന്നെ.